സ്വൽപ്പം വെള്ളം ദാഹിക്കേ, അല്പമപ്പം വിശപ്പീന് സ്വൽപ്പം വെള്ളം ദാഹിക്കേ. സ്ഥലം എനിക്കുണ്ട് സ്വർഗ്ഗത്തിൽ, ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപറുദീസയിൽ, ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപറുദീസയിൽ. സ്തോത്രം പാടും ഞാൻ. സമയത്തിൽ ഞാൻ സ്വർഗ്ഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു, എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. ആദിയിൽ ദൈവം മനുഷ്യനെ ഭൂമിയിലെ പൊടികൊണ്ട് രൂപപ്പെടുത്തി. അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ളവനായി. ദൈവം മനുഷ്യനെ തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു, പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. മരണമില്ലാത്തവരായി ഭൂമിയിൽ വാഴുവാൻ ദൈവം അവരെ അനുഗ്രഹിച്ചു. മനുഷ്യ സൃഷ്ടി നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മാലാഖയായിരുന്നു ലൂസിഫർ. ലൂസിഫർ ദൈവത്തോട് മത്സരിച്ചത് നിമിത്തം ദൈവസന്നിധിയിൽ നിന്ന് പുറന്തള്ളപ്പെട്ട് സാത്താനായി തീർന്നു. സാത്താന്റെ വഞ്ചനയാൽ മനുഷ്യൻ ദൈവത്തെ അവിശ്വസിച്ച് പാപത്തിലകപ്പെട്ടു. ആദ്യ മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിലേക്ക് വന്നു. ആദാമിലൂടെ എല്ലാ മനുഷ്യരും പാപത്തെ ധരിച്ചതിനാൽ മരണം എല്ലാ മനുഷ്യരിലേക്കും വ്യാപിച്ചു. ആദ്യ മനുഷ്യന്റെ ലംഘനത്താൽ മരണം എന്ന അധികാരി മാനവകുലത്തിന്മേൽ വാഴുവാൻ തുടങ്ങി. മനുഷ്യന്റെ പാപത്താൽ ഭൂമി ശാപഗ്രസ്തമായി. ശരീരം മരണത്തിന് അധീനമായി. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. തീപ്പൊരി മുകളിലേക്ക് പറക്കുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിക്കുന്നു. ദൈവമോ ആത്മാവാകുന്നു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനിലും ദൈവസാദൃശ്യമുള്ള ആത്മാവ് വസിക്കുന്നു. പാപം മൂലം ശരീരത്തോടൊപ്പം മനുഷ്യാത്മാവിന് മരണം സംഭവിച്ചു. ഇതാണ് മനുഷ്യന്റെ ആത്മീയ മരണം. ഭൂമിയിൽ മനുഷ്യന്റെ ആയുസ് കേവലം നിഴൽ മാത്രം.
അത് പൂ പോലെ വിടർന്നു കൊഴിഞ്ഞു പോകുന്നു. ആത്മാവ് ദേഹത്തെ വേർപിരിയുമ്പോൾ മനുഷ്യൻ മണ്ണിലേക്ക് തിരികെ ചേരുന്നു. മനുഷ്യൻ നിശ്വസിക്കുന്ന അന്ത്യശ്വാസത്തെ തിരിച്ചു പിടിച്ച് ശ്വാസകോശത്തിലേക്ക് കടത്തുവാൻ ഒരു മനുഷ്യനും ശക്തനല്ല. സകല മനുഷ്യരും ഒരുമിച്ച് നിന്നാലും ഒരു ശ്വാസം മാത്രം. മനുഷ്യായുസ് 70-80 വർഷം മാത്രം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവുമത്രേ. അത് വേഗം തീരുകയും മനുഷ്യൻ പറന്നു പോവുകയും ചെയ്യുന്നു. വലിപ്പ ചെറുപ്പമില്ലാതെ, പണ്ഡിത പാമര ഭേദമില്ലാതെ, ധനിക ദരിദ്ര തീരുവകളില്ലാതെ, പ്രജാപതി വ്യത്യാസമില്ലാതെ മരണത്തിന് മുന്നിൽ സകലരും ഒരുപോലെ. മരണം സകലരെയും നിരപ്പിക്കുന്നു. മർത്യജീവിതം മറുകര തേടിയുള്ള യാത്രയാണ്. മരണവഞ്ചിയിൽ ആത്മാവിന് മറുകരയിലേക്ക് പോകാതെ നിർവാഹമില്ല. മനുഷ്യന് ഭൂമിയിൽ നിത്യവസതിയില്ല. നിലനിൽക്കുന്ന നഗരമില്ല. മരണത്താൽ വേർപിരിയും വരെ ചേർന്നു പോകുന്ന സഹയാത്രികർ മാത്രമാണ് മാനവർ. മരണം മനുഷ്യനെ വിനയാന്വിതനാക്കുന്നു, സൃഷ്ടാവിലേക്ക് നോക്കുമാറാക്കുന്നു. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. മരണത്തോടെ മനുഷ്യൻ ഇല്ലാതാകുന്നില്ല. ആത്മീയ ലോകത്തേക്കുള്ള പാലമാണ് മരണം. നിത്യനും നീതിയുള്ള ന്യായാധിപതിയും പ്രപഞ്ച സൃഷ്ടാവും ആത്മാക്കളുടെ ഉടയവനുമായ പിതാവാം ദൈവത്തിൻ്റെ പരമാധികാരത്തിൻ മുമ്പിൽ നമ്രശിരസ്കരായി നിന്ന് മരണമെന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാം. ജീവിതത്തിൻ്റെ അർത്ഥവും ദൈവിക പദ്ധതിയും ഗ്രഹിക്കാം. മരണത്തെ ജയിച്ചുയർത്തവനിൽ ആശ്രയിക്കാം. അത്യുന്നതനും മഹാപരിശുദ്ധനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ വിധികളിൽ അങ്ങ് നീതിമാൻ. ആകാശഭൂതലങ്ങളെ തിരുവായിലെ വാക്കുകൊണ്ട് സൃഷ്ടിച്ചവൻ അങ്ങല്ലയോ? അവിടുത്തെ കൽപ്പനയാൽ വെളിച്ചമുണ്ടാക്കി ഇരുളിൽ നിന്നും അതിനെ വേർതിരിച്ചു. സമുദ്രങ്ങളെ പേർ ചൊല്ലി വിളിച്ചു വരുത്തി അവയ്ക്ക് അതിരുകൾ നിശ്ചയിച്ചു. മണ്ണുകൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തി ജീവശ്വാസം അവൻ്റെ മൂക്കിലൂതി അവനെ ജീവിപ്പിച്ചു. അവിടുത്തേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ പ്രാണനെ തിരികെ വിളിക്കുന്നു. ജീവന്റെയും മരണത്തിൻ്റെയും നാഥ, ജീവനും പുനരുത്ഥാനവുമായ കർത്താവേ, അങ്ങേക്ക് സ്തുതി. ആധിപത്യവും അധികാരവും അവിടുത്തേത്. പൂർണ്ണ മനസ്സോടെ തിരുഹിതത്തിന് കീഴ്പ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചാലും ജീവിതത്താലും മരണത്താലും ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനും മനസ്സ് തകർന്നവരെ പുനരുദ്ധരിക്കുന്നവനുമായ കർത്താവേ, കരയുന്നവരെ ആശ്വസിപ്പിക്കുകയും ജീവന്റെ പ്രത്യാശയാൽ നിറയ്ക്കുകയും ചെയ്യണമേ. കരുണ കൊണ്ട് പൊതിയണമേ, വചനത്താൽ ബലപ്പെടുത്തണമേ. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാനും മാനസാന്തരപ്പെട്ട് സുവിശേഷം വിശ്വസിച്ച് ജീവിച്ചവരെ സ്വർഗത്തിൽ ചേർക്കുവാനും അവിടുന്ന് വരുന്ന വീണ്ടെടുപ്പിൻ നാളിൽ അങ്ങേ മുമ്പിൽ നിൽക്കുവാനും അങ്ങയെ ആരാധിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിച്ചാലും. മഹോന്നത ദൈവമേ, നരകശിക്ഷയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച രക്ഷിതാവേ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ ദൈവമേ, അങ്ങേക്ക് മഹത്വം, മഹത്വം, മഹത്വം. സ്തുതിയും പുകഴ്ചയും ബഹുമാനവും ആരാധനയും എപ്പോഴും അങ്ങേക്കു മാത്രം. ആമേൻ.
പങ്കുചേരുന്ന ആ തിരുമനസിന്റെ പ്രധാന കാർമ്മികത്വത്തിൽ ഇപ്പോൾ ആരംഭിക്കുക. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, മറിയമേ, നിനക്ക് സമാധാനം. ദൈവമായ കർത്താവേ, താൽക്കാലികമായ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ വേർപെട്ട് മർത്തലോകത്തിൽ നിന്ന് യാത്രയായിരിക്കുന്ന ഈ ആത്മാവ് പുനരുദ്ധാന ദിവസം വരെ ആശ്വാസവും സന്തോഷവും ആനന്ദവും നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് നിന്റെ വിശുദ്ധ മാലാഖമാരാൽ നയിക്കപ്പെടുവാനും അവിടെ വെച്ച് പ്രസന്നതയോടുകൂടെ നിന്നെതിരെ സംഗതിയാക്കണമേ. മൃതനെ പോൽ ഞാൻ വിസ്മൃതനായി ഹല്ലേലൂയ വാഴ്മാത്രം പോലായി ഞാൻ എന്നാത്മമെടുക്കാൻ അപരത്തോ ഹല്ലേലൂയ നാദാശരണപ്പെട്ടെന്നിൽ പോലും പ്രബൽ റൂഹോക്കാദേശോ സത്തവനെ കരുണാപൂർണ വിധിയൽ കരുതേ നിന്നടിയാ തിരുമുമ്പിൽ ജയമാർന്നോനാം വിധി ചെയ്യല്ലേ. നീയവർ കർത്താവേ, അവരെ അൻപാൽ ജീവിക്കണം നിന്നെ ഞങ്ങളിതാ വാഴ്ത്തിയിടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തോത്രവും പ്രവഹിപ്പുകഴ്ചയും മാഞ്ഞു പോകുന്നില്ല എന്ന നശ്വരമായ മുഖത്വവും ഇടപെടാതെ അർപ്പിക്കുവാനിടയിൽ യോഗ്യരായി ഭവിക്കണമേ. സൃഷ്ടികളുടെ പ്രത്യാശയെ കവടക്കപ്പെട്ടുകൊണ്ടിരുന്ന മരിച്ചവരുടെ ഉയർത്തും ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസം ശാന്തിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിലിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദനിക്കുന്നവരുടെ ധൈര്യമായ പ്രാണാസുരത്തിന്റെ ദാസന്റെ വനാന്തര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന സമയത്തും സകല പെരുന്നാളുകളുടെ കാലങ്ങളിൽ നേരങ്ങളുടെ ആയുസ്സുകളുടെ ദിവസങ്ങളൊക്കെ സ്തുതിബഹുമാനവും ആരാധനയോഗ്യമാകുന്നു. മരണമില്ലായ്മയുടെ പ്രവയും ജീവനുറവയും സകലത്തിന്റെ ശിശുതാവും ലോകത്തിന്റെ അവസ്ഥാനങ്ങളെയും ക്രമീകരിക്കുന്നതുമായ ദൈവം തമ്പുരാനെ ഭയങ്കരത്തിന്റെ കൽപ്പനയിൽ മഹനീയനും ദീർഘക്ഷമയുള്ളവരും കാരുണ്യമാനമാകുന്നു. യാതൊരു രഹസ്യവും നിന്റെ ദിവരക്ഷിക്കാൻ ഗോചരമല്ല. ആ ലോകങ്ങളുടെ ആഴവും മനസ്സിന് പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങൾ പരിമിതങ്ങളും നിന്റെ മാർഗങ്ങൾ വിഗ്രഹങ്ങളുമാകുന്നു. മരണത്തയമായ ജീവനെയും ആരും മനുഷ്യസംഹാരം മഹാസത്തെ കൊല്ലുവാനുമായിട്ട് യേശുമിശിഹായ നിന്റെ വാത്സല്യത്തിന്റെ ലോകത്തിലേക്ക് നയിക്കുകയും താല്പര്യമുള്ള സകല ആത്മാക്കളുടെ രക്ഷയും മരണമില്ലാതെ പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പന പ്രകാരം ക്ലേശപൂർണമായി ലോകത്തിൽ നിന്ന് ശ്രേഷ്ഠവും അനശ്വരമായ ലോകത്തിലേക്ക് ഞങ്ങൾ അയക്കപ്പെടുന്നു. കർത്താവ് ഈ ലോകങ്ങൾക്കും അധികാരിയുമായുള്ള താൽക്കാലിക ജീവിതമാകുന്ന പ്രദേശവാസത്തിൽ നിന്ന് വേർപെട്ട യാത്രയായിരിക്കുന്ന നിന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയാക്കി സ്വർഗീയ ഭവനിൽ വസിപ്പിക്കുന്ന സമാധാനമാലകം മുഖാന്തരം ഇന്നത്തെ ദാസന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. കർത്താവിന്റെ ആത്മാക്കളുടെ പിടിയിൽ വേണ്ടി ആത്മാവിനെ രക്ഷിച്ചുകൊള്ളണമേ. ആ എതിരാളിയുടെ
നിന്റെ മനുഷ്യപ്രീതിയാൽ ഇവന്റെ പാപങ്ങളെ പൂർണ്ണമായി പരിഹരിക്കണമേ. ഇവന്റെ തെറ്റുകൾ ദയവാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവന്റെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണ്ണമായിരിക്കുന്നവർക്ക് നീട്ടിക്കൊടുത്ത രണ്ടാം കൊണ്ടമാകുന്ന ചുഴികളെ ഉദ്ധരിച്ചു കൊടുക്കണമേ. അദൃശ്യമാന്റെ ശക്തിയാൽ ഇവനെ സഹായിക്കണമേ. പിശാചുക്കളുടെ ഭയങ്കരമായിരിക്കുന്ന ഒളിവിടങ്ങളിൽ നിന്നും ഇവനെ രക്ഷിച്ചു കൊള്ളണമേ. ഇവന്റെ പ്രമാണങ്ങൾക്ക് തക്കവണ്ണം ഇവനെ നീ വിധിക്കരുത്, കുറ്റകർത്തനെയാകുന്നുവല്ലോ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സ്വാഭാവികമായ കൃപയോട് കരുണ തോന്നണമേ. ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്ന നാമത്തിൽ നിന്റെ മഹാകരുണയെ ഞങ്ങളുടെ ദാസൻ ഓർത്തുകൊള്ളണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ട നിന്റെ ഏകജാതനായ കഷ്ടാനുഭവങ്ങളോട് അപേക്ഷിക്കുമ്പോഴാകണമേ. നിന്റെ കൃപയും കരുണയും എന്നെ ഉദിപ്പിക്കണമേ. വിശ്വസിച്ച് സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശസ്തംഭമായി ഭവിക്കുമ്പോഴാകണമേ. ഞങ്ങളുടെ വംശത്രുവായ സാത്താന്റെ ദുഷ്ടമായിരിക്കുന്ന ആഗ്രഹം നിറവനാമേ. ലക്ഷിച്ചു പോകാൻ നോക്കണം നിന്റെ മഹാകരുണയിൽ ഉണ്ടാകണമേ. ദൈവമായ കർത്താവേ, തിരുനാമത്തിലുള്ള അനുഗ്രഹിക്കുന്ന ഭവനങ്ങളെത്തുന്നവരെയും ഇങ്ങനെ ദാസന് നീ കോട്ടയമനിയായി കാവൽക്കാരനും സഹായമായിരിക്കണമേ. അവിടെ ആത്മോല്ലാസത്തിന്റെ മഹിമയിലുവനാണ് നിൽക്കുമാറാകണമേ. അബ്രഹാമിന്റെ മടിയിൽ വിസ്മരിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടപ്പെടുന്നു വിസ്മരിക്കുവാൻ ഇവന് സംഗതിയാക്കണമേ. ദൈവമായ കർത്താവ് നിന്റെ ആരാധകരായ ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. വെടിപ്പുള്ളതും ആനന്ദകരവും പാപരികതമായ ജീവിതത്തിന്റെ ദുഷ്ടസേനകൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിര്യാണം ഞങ്ങൾ അനുഭവിക്കാനിടയായി തീരണമേ. ദൈവമായ കർത്താവേ, കരുണാനിശ്ചയങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്രമിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും ആനബദ്ധരായിരിക്കുന്നവർക്ക് മുഖപ്രസന്നദാനം ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്ന ഏവർക്കും ഏകസ്ഥാനത്തവനവന്റെ ആവശ്യാനുസരണം നീ ശരണവും പ്രത്യാശയുമായിരുന്നുകൊണ്ട് അവരുടെ മുഖത്ത് നിന്ന് കണ്ണിരുന്ന് തോന്നിക്കളയണമേ. ദൈവം തമ്പുരാന്റെ മിശിഹായുടെ പ്രത്യാശയിൽ മുൻകൂട്ടി നിന്റെ അടുക്കലേക്ക് യാത്ര പുറപ്പെട്ടവനും ശ്രേഷ്ഠവും മഹനീയം അവിടുത്തെ പ്രത്യക്ഷത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പിതാക്കന്മാർക്കും സഹോദരങ്ങൾക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളെ എല്ലാവരെയും വശിക്കുന്ന കൃപയാൽ ഭാഗമായിരിക്കുന്ന മണ്ണുറയിൽ വിശുദ്ധമാരുടെ വിശ്വാസം നൽകണമേ. ആ പ്രത്യക്ഷത്തെ ലജ്ജാരഹിതമായിരിക്കുന്ന പ്രസന്ന മുഖത്തോടെ എതിരേൽക്കുവാൻ ഞങ്ങളും കാത്തിരിക്കുന്നു. ദൈവമായ കർത്താവ് മുൻകൂട്ടി ആവശ്യപ്പെട്ട് അവശേഷിക്കുന്നവരുമായി രക്ഷിതരുമോടത്തെ ദൈവത്തിന്റെ ദാസമാൻ ഞങ്ങളെല്ലാവരെയും വന്നതും ഗ്രഹണാതീതമാകുന്ന നാമത്തിന്റെ ഏകജാതനായ പൂർണ്ണം ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. മോശവും മീൻ പാറയ്ക്കുമോ മരണം പ്രാപിച്ചഴുകിപ്പോയോ നാം ലാസറിനെ നാഗോനം ചെയ്ത ശ്രേഷ്ഠാവിനാജ്ഞ ധനിയുദ്ധാനമഹാദിവസേ മൃതരെ ചേർക്കും യോശഭക്തന്ന സാലോസ്തരത്തിൽ അരജനിക്കും ത്രോണോസിൽ സത്യവിധിക്കാൻ തലമുറകൾ വന്നെത്തിയിടും നാദ സർവേശായ നാളിൽ കാരുണ്യം ചെയ്യണം നീ പ്രാണപ്രദനല്ലോ അങ്ങയുടെ കൽപ്പനപ്രകാരമുള്ള മാറിയിരിക്കുന്ന എന്റെ ആസദാസന്റെ ആത്മാവ് വേണ്ടി എന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ശാരികളുടെ ബന്ധനത്തിൽ നിന്നും അന്തരീക്ഷവാസികളും അദൃശ്യരുമായ ശത്രുക്കളുടെ ദൃശ്യാകരണത്തിൽ നിന്നും എന്റെ ആത്മാവ് രക്ഷിക്കപ്പെടണമേ. ഞങ്ങളുടെ കർത്താവും എന്നേക്കുമുള്ള ദൈവമേ, ആത്മാവ് യാത്ര ചെയ്ത വിശുദ്ധന്മാരുടെ ആലയങ്ങളിലും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ചെയ്യുവാനൊക്കെവണ്ണം ഞങ്ങളുടെ ആത്മാവിനെ ശക്തിയാക്കുകയും ചെയ്യണമേ. വസ്ത്രം നൽകിയിടും അവനെ രാജ്യത്തിലേൽപ്പാൻ അവൻ മേഘങ്ങളിലേറി വരും. അവൻ
സ്തോത്രം പൗലോസ് ശ്ലീഹ ധന്യം ചൊൽകട്ടെ ദൈവം. ദൈവം യഥേഷ്ടം അതിന് ശരീരത്തെ കൊടുക്കുന്നു. ഓരോന്നിനും അതിന്റെ സ്വാഭാവിക ശരീരത്തെ കൊടുക്കുന്നു. എന്തെന്നാൽ ശരീരം ഒരുപോലെ മനുഷ്യന്റെ ശരീരം വേറെ, മൃഗങ്ങളുടെ ശരീരം വേറെ, പക്ഷികളുടെ ശരീരം വേറെ, മത്സ്യങ്ങളുടെ ശരീരം വേറെ, സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുണ്ട്. എന്നാൽ സ്വർഗീയയുടെ തേജസ് വേറെ, ഭൗമികയുടെ തേജസ് വേറെ, സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. ഒരു നക്ഷത്രം മറ്റൊരു നക്ഷത്രത്തെക്കാൾ തേജോമയമായിരിക്കുന്നു. അപ്രകാരം തന്നെയാണ് മനുഷ്യരുടെ പുനരുദ്ധാനവും. ദ്രവത്വമുള്ള വിതയ്ക്കപ്പെടുന്ന ആശയമായ ഉദ്ധാനം ചെയ്യുന്നു, തുച്ഛമായ വിതയ്ക്കുന്ന മാത്രത്തോടെ ഉദ്ധാനം ചെയ്യുന്നു. മണക്കത്തോടും ചെയ്തിട്ട് നമ്മുടെ മുമ്പ് വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ നാം കേൾക്കണം. പറഞ്ഞു, ഞാൻ സത്യമായി സത്യമായി നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നതായി കാണുന്നതല്ലാതെ പുത്രന് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്തെന്നാൽ പിതാവ് ചെയ്യുന്നവയെ പ്രകാരം തന്നെ പുത്രൻ ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അവയിലുപരിയായിട്ടുള്ള പ്രവൃത്തികളെയും അവനെ കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉദ്ധരിച്ച് ജീവിപ്പിക്കുന്നത് പോലെ തന്നെ പുത്രനും തനിക്ക് ഇഷ്ടപ്പെടുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെ ബഹുമാനിപ്പാനായിട്ട് പിതാവ് ഒരുവരും വിധി നൽകാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെ ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായി സത്യമായി നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിസ്താരത്തിൽപ്പെടാതെ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സത്യമായി സത്യമായി നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു, അതിപ്പോൾ തന്നെയാകുന്നു. എന്നാൽ പിതാവിന് തന്നെ ജീവനുള്ള പ്രകാരം പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടായിരിക്കാൻ തക്കവണ്ണം വരം കൊടുത്തിട്ടുണ്ട്. ന്യായവിധി കൂടി നടത്തുവാൻ അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അവൻ മനുഷ്യപുത്രനാകുന്നു. ശവക്കല്ലറകളിൽ സ്ഥിതി ചെയ്യുന്നവരെല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന് വേണ്ടി, തിന്മ ചെയ്തവർ ദണ്ഡവിധിക്ക് വേണ്ടി പുനരുദ്ധാനം ചെയ്യുന്ന സമയം വരുന്നു. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട നമ്മുടെ കർത്താവ് ചെയ്തു. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ഈ കർത്തദാസന്റെ വേർപാടിൽ ദുഃഖിച്ചു കഴിയുന്ന കുടുംബാംഗങ്ങളെ, ഓരോ ശവസംസ്കാര ശുശ്രൂഷയിലും നാം പങ്കെടുക്കുമ്പോൾ ഓരോ വ്യക്തിയും നമ്മളിൽ നിന്ന്
ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട് ദൈവദർശനത്തിലേക്ക് വാങ്ങിപ്പോകുന്ന ഇടങ്ങളിൽ നാം എത്തിച്ചേരുമ്പോൾ അത് ഒന്നാമതായി സൂചിപ്പിക്കുന്നത് നമ്മുടെ ജീവനുള്ള മനുഷ്യന്റെ സാധ്യതകളെ കുറിച്ചാണ്. നമുക്കും ഒരു മരണമുണ്ട്, നമ്മുടെ പ്രവർത്തനത്തിന്റെ ഈ ഭൂമിയിൽ അവസാനമുണ്ടെന്ന് അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് കാണുന്നത് മരിച്ചവരുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന സഭയുടെ പുണ്യപ്രവർത്തികളൊന്നു തന്നെയാണ്. അതിലൂടെ ഒരു പുണ്യമുണ്ടാകുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണെന്ന് നമുക്ക് ഒരു ജീവിതം ഇപ്പോൾ ബാക്കിയുണ്ട്. ആ ജീവിതത്തിൽ ഇനി നമുക്ക് അവശേഷിക്കുന്ന കുറേ സമയം കൂടി ഉണ്ടെന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നു. രണ്ടാമത്, ഒരു മനുഷ്യൻ ഇവിടുന്ന് വേർപെട്ട് കഴിയുമ്പോൾ അത് തങ്ങളുടെ ബന്ധുക്കളിലും ചുറ്റുപാടുകളിലും ഒക്കെ ഉണ്ടാക്കുന്ന ചില വേർപാടിൻ്റെ ആഴമായ ദുഃഖങ്ങളൊക്കെ ഉണ്ട്. ആ ദുഃഖങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന മറ്റൊരു തലം കൂടി. മൂന്നാമതൊരു കാര്യം, ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോഴും നിത്യമായ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഉൾക്കാഴ്ച ഒരു പ്രബോധനമായി നൽകുക മാത്രമല്ല, മനുഷ്യകുലത്തിൽ മനുഷ്യനായി തീർന്നവൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൂടെ 40 ദിവസം മരണത്തിൽ ഉയർത്തെഴുന്നേറ്റവൻ അവരോടുകൂടെ താമസിക്കുകയും അവരെ പഠിപ്പിക്കുകയും തൻ്റെ ശരീരത്തിൽ പോലും തൊട്ടുനോക്കി താൻ ഇപ്പോൾ മരണത്തിൽ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനാണെന്ന് വ്യക്തമാക്കി കൊടുത്തുകൊണ്ട് മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ടെന്ന് വ്യക്തമാക്കുന്നു. ആയതുകൊണ്ട് തന്നെ ക്രൈസ്തവ സഭയുടെ ആഴമായ വിശ്വാസം മരണം ഒരു വേർപാട് മാത്രമാണ്, ഒരു പുതിയ ലോകത്തേക്കുള്ള യാത്രയുമാണ്. ഈ ഭൂമിയിൽ നാം ചെയ്ത നന്മയ്ക്കും തിന്മയ്ക്കും പ്രതിഫലം വാങ്ങുവാൻ വേണ്ടിയുള്ള യാത്ര. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ കൂടെ കൊണ്ടുപോകാൻ സാധിക്കുന്ന രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, ആ മനുഷ്യൻ ചെയ്തിട്ടുള്ള നന്മ, ആ മനുഷ്യൻ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള തിന്മ അതവൻ്റെ ജീവിതത്തെ അനുഗമിക്കുമെന്നാണ് വേദപുസ്തകവും അതുപോലെ നമ്മുടെ പാരമ്പര്യവും നമ്മളെ സൂചിപ്പിക്കുന്നത്. ആയതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും പുതിയ നന്മകൾ ചെയ്യുവാനും ഒക്കെ നമുക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നമ്മുടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക വഴി. ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഈ കർത്തദാസന്റെ വേർപാടിൽ ദുഃഖിച്ചു കഴിയുന്ന കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകം പരിശുദ്ധ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിത്യതയുടെ സൗഭാഗ്യങ്ങളിൽ ഈ മകന് ദൈവം ആശ്വാസം നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബവുമായി ആഴമായ ഒരു സ്നേഹബന്ധം എനിക്കുണ്ട്. പ്രത്യേകിച്ച് പരിശുദ്ധ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്ന ഏറെ ബഹുമാനപ്പെട്ട ബെന്നി, അദ്ദേഹവുമായിട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ടുമുള്ള വളരെ ആഴമായ സ്നേഹബന്ധം എനിക്കുണ്ട്. വളരെ തിരക്കുള്ളൊരു ദിവസമായിരുന്നിട്ടും ഇന്ന് ഈ ശുശ്രൂഷയിൽ വന്ന് പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ച് വരുവാനും ഇടയായിത്തീർന്നത് ഈ കുടുംബവുമായിട്ടുള്ള ബന്ധമാണ്. ആയതുകൊണ്ട് ഈ കുടുംബം സഭയ്ക്ക് വേണ്ടിയും അതുപോലെ ദേവാലയത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള എല്ലാ നന്മകളെയും പ്രത്യേകം ഓർക്കുന്നതോടൊപ്പം ഈ മകൻ്റെ ആത്മാവ് നിത്യതയുടെ സൗഭാഗ്യങ്ങൾ ആശ്വാസം തേടട്ടെ എന്ന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും കുടുംബാംഗങ്ങൾക്ക് ദൈവം സമാശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വ്യക്തിപരമായ അനുശോചനം ഈ അവസരത്തിൽ പ്രത്യേകം രേഖപ്പെടുത്തുന്നു. നാം എല്ലാ ദുഃഖത്തോടെ സങ്കടത്തോടെ യോഗ്യമായ ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ പ്രിയനായ ചൊല്ലണം. ജീവന്റെയും മരണത്തിന്റെയും അധികാരമുള്ളവർ മരണത്തിന്റെയും വ്യാപത്തിന്റെയും ഇടവരും ആത്മാക്കളുടെയും സർവ്വജനങ്ങളുടെയും ദൈവമായ വിശുദ്ധനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നതിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ടാവൻ മരണത്തിൽ ജീവനിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുമെന്ന് അണ്ഡിച്ചെന്ന വിശിക തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവന്റെ മനസ്സല്ലാപത്തിലേക്ക് നിർത്തിപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് ജ്ഞാനസമ്പൂർണമായ വ്യാപാരത്തെ ക്രമീകരിച്ചവനായി വിശുദ്ധനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാവരുടെയും ആത്മാക്കളെ
സൈന്യങ്ങളുടെയും ആധിപത്യം സ്വതന്ത്രമാക്കി രക്ഷണം വിശിയാതമ്പരാനെ ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പിടികൊണ്ടുപോകാൻ നിരീക്ഷിപ്പതിരിക്കുന്ന ഞങ്ങളുടെ സഹോദരന്റെ ആത്മാവിനെ നിരക്ഷിച്ച് സ്വർഗരൂപത്തിക്കുമാറാകുന്നതിനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പുറപ്പെടുകയും സകല പരിശുദ്ധന്മാരും ഒന്നിച്ച് നിന്റെ പിതാവിനെ പരിശുദ്ധവുമായി സ്തുതിക്കുകയും ചെയ്യത്തക്കവണ്ണം സന്തോഷപൂർവ്വം പുനരുദ്ധാനത്തിന്റെ പ്രകാശരശ്മികളാൽ ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ പ്രശോഭിപ്പിക്കണമേ. നാം 3 പ്രാവശ്യം നന്നായി തീരണം. സഹോദരങ്ങളെ, ഈ കർത്തൃദാസൻ തന്റെ ചെറുപ്പകാലം തന്നെ തൊഴിലായിട്ടും ജീവിതമാർഗത്തിനായിട്ടും വിദേശമാസത്തിലായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ശൈശവത്തിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന് വിവാഹാനന്തരം അദ്ദേഹം പുറത്തായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒക്കെ സജീവമായ സാന്നിധ്യവും എല്ലാ കാര്യങ്ങളിലുള്ളതായ ഈ ഇടവകയോടുള്ളതായ വലിയ ബന്ധവും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പോകുന്നിരുന്നത്. അദ്ദേഹം തിരിച്ച് നടത്തിയപ്പോഴാണെങ്കിലും ഇടവ ദേവാലയവുമായിട്ട് വളരെ സുശക്തമായ ബന്ധത്തിലായിരുന്നു. ഞങ്ങൾ കടന്നു വന്നപ്പോൾ ഈ കർത്തൃദാസൻ രോഗശൈലിയിൽ ഹോസ്പിറ്റലിൽ വളരെ സീരിയസ് ആയിട്ട് കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നേരിട്ട് കാണുവാനായിട്ടൊന്നും സാധിച്ചില്ല. എങ്കിലും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നേരത്തെ ഓർത്തിരുന്നു. ഈ സമയത്ത് ഇടവകയുടേതായ എല്ലാ അനുശോചനവും പെടുത്തിക്കൊണ്ട് വികാരിച്ച് മതശരീരത്തിൽ ശോശബ ധരിപ്പിച്ചു. ഇപ്പോൾ മതശരീരത്തിൽ മുഖം കൊടുവാനായിട്ട് മുമ്പോട്ട് കടന്നു വരണം. അതിനോട് തുടർന്ന് ശുശ്രൂഷ നടത്തുകയും ചെയ്തു. ശത്രുവിന്റെ സന്തോഷത്തോടുകൂടി നിന്റെ പിതാവിനും നിന്റെ പാടുകയും ചെയ്യുമാറാകട്ടെ. പ്രയത്നങ്ങളിലുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിലുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരുടെ കൂടിയുണ്ടാകുന്നതിനുമായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധരുടെ നാമത്തിൽ നിത്യജീവന് വേണ്ടി ഈ തൈലം ഒഴിക്കപ്പെടുന്നു. മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും. വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് നിർമ്മിച്ച പ്രകാരം കർത്താവേ ഇതാ വിട്ടമീദാസനിൽ നിറവേറിയിരിക്കുന്നു. പോലെ
നിനക്ക് മേൽക്കുത്തറിഞ്ഞവളുടെ പുസ്തകമായി ഇപ്പോഴുള്ള സമയത്തിലേക്ക് ഘോഷിയാമി. മോറാനി ചോദിച്ചാൽ അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ തുടക്കക്കാരനും അതിന്റെ എല്ലാമായി ഡയറക്ടറായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സെക്രട്ടറിയാസ് മാർപ്പിലുള്ളതായ സ്നേഹവും അതുപോലെ കഴിവുകളുടെ എല്ലാ ആദരവും ഈ സമയത്ത് അർപ്പിക്കുന്നു. Oh
ലോകമായന്മാർക്കില്ലഗുണം കാലം പോകുന്നേ വസ്ത്രങ്കൈ പണിയല്ലാത്തൊരു ജാതിടുമ്പോൾ അതാമക്കൾക്ക് പദവികളിൽ നിന്നും ഭീകരരാകും വിധികർത്താക്കളെ മരണത്തിൽ നിന്നും നീക്കുന്നു തൃപ്പാവനതരുവാഴേരി രുദ്രവുമേറ്റൊരു വിശ്വാസികം ധരേറ്റിടും ഈ ദുർഗത്താൽ പുണ്യം ജീവാപ്രദനാം ദൈവികമാമലഭാഗ തവർ നിലകൊണ്ടെങ്കിൽ സ്തുതി പാടിയിടട്ടെ. അതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യൂ. ശരണത്താലെ നിൻ കൃപേ രാജാവിടത്തിൽ നിന്ന് ജീവൻ ഏവർക്കും നൽകുന്നു. എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ തമ്പാനം ചെയ്യുവാൻ ഞാൻ ഇന്നും അവൻ വലിച്ചത് ഞാൻ ഇന്നും കാത്ത തന്നോഹത്വം മുടിയോടാകെ മേലു അനുഗ്രഹങ്ങൾ പറഞ്ഞിരിക്കുന്നവന് അനുഭവത്തിന്റെ പ്രാർത്ഥിക്കണമേ. വാഴ്ത്തപ്പെട്ടവനാണ് ശരീരം ആത്മാക്കളും ശരിയായിട്ടുള്ളവരാകണമേ. ആമേൻ. വത്സല സഹോദരങ്ങളെ പരസ്പരം ആശ്വസിപ്പിക്കുകയും അന്യോന്യം ധൈര്യപ്പെടുത്തുകയും മരിച്ചവരുടെ സംസ്കാരത്തിന് നീകരണം പ്രാപിക്കുകയും മൃതനിൽ നിന്ന് കരുണ പിൻവലിക്കരുത്. വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിലാപഭവനത്തിൽ പോകുന്നതാണ് എന്നുള്ള കൽപ്പന അനുസരിച്ച് വിശുദ്ധ സഭയുടെ പ്രജകൾ എന്ന നിലയിൽ ഇപ്പോൾ നിങ്ങൾ വന്ന ദൈവികമായ തിരുവഴുത്തെന്ന് വഹിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിന് വന്ന് നിങ്ങൾക്ക് സമാധാനവും ശാന്തതയും നൽകട്ടെ. കർത്താവ് ദിനമഹാകരുണയാ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ഉത്തമ ഹൃദയത്തോടും അടുപ്പോടും വിശുദ്ധിയോടും കൂടെ നിങ്ങൾ വിളിക്കുന്ന ഏത് സമയത്തും കർത്താവായ യേശുമിശിഹാ നിങ്ങൾക്ക് ഉത്തരം അരുളും. ഐശ്വര്യപൂർണ്ണമായ നിന്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് കർത്താവ് നിങ്ങളുടെ യാചനകൾക്ക് മറുപടി വെച്ച് തരികയും ചെയ്യും. എന്റെ പിതാവിന് അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകാരംഭത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യമെന്ന് അനുഭവിച്ചുകൊള്ളുമെന്ന് അരുളി ചെയ്യുന്ന സന്തോഷപ്രദമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്ക് സംഗതിയാക്കട്ടെ. നിങ്ങളുടെ വാങ്ങിപ്പോടെ തന്റെ ശരണത്തിന് എന്ത് പ്രാപിച്ച ഈ മിശിഹായുടെ ദാസന്റെ പാപങ്ങൾ കർത്താവ് പരിഹരിക്കട്ടെ. കർത്താവ് ഈ ആത്മാവിന്റെ നിന്റെ വലത്ത് ഭാഗത്ത് പിടിച്ചു നിർത്തുമാറാകട്ടെ. ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് അവന്റെ കൂടാരം കർത്താവ് സ്ഥാപിച്ച അതേ സ്ഥാനത്ത് തന്നെ ഈ ആത്മാവിന് വാസവും ആനന്ദവുമായി തീരുമാറാകണമേ. ദൈവമാതാവ് പരിശുദ്ധ കന്യമർത്തമറിയാം അമ്മയുടെയും സകല പരിശുദ്ധന്മാരുടെയും നമ്മുടെ കവൽപിതാമായ മോർ യോഹാനോസ്ലിഹായുടെയും പ്രാർത്ഥനയാൽ സ്വർഗീയ സഭയിലും ഈ ഭൗമിക സഭയിലും ഇവയെല്ലാം സാധിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം തന്റെ ശരണത്തിന് വേണ്ടി പ്രാപിച്ചിരിക്കുന്ന അതിന്റെ ദാസനും ആരാധനുമായ ഈ ആത്മാവിനെ
കൃപയോടെ ആശ്വസിപ്പിക്കുമാറാകണമേ. നമ്മുടെ കൂട്ടത്തിന്മേൽ ദൈവത്തിന്റെ കരുണ എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ഈ മൃത സംസ്കാരത്തിൽ പങ്കെടുക്കുവാൻ വന്ന എല്ലാവർക്കുമായിട്ട് കുടുംബത്തിൽ നിന്ന് ഒരു കാപ്പി ക്രമീകരിച്ചിട്ടുണ്ട്. അത് ഹോളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളതായ കാര്യം ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ നാളെ തൊട്ട് 3 നോമ്പ് തുടങ്ങുകയാണല്ലോ. ബുധനാഴ്ച 3 നോമ്പ് വീടിനോടനുബന്ധിച്ച് ഈ കബറിങ്കൽ ധൂപ പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ളതായ കാര്യവും ഇപ്പോൾ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വിശ്വാസങ്ങളുടെ പരാതി പ്രാർത്ഥന ഉന്നതവും ഭയങ്കരവും സിംഹാസനമായി കേൾക്കപ്പെട്ട് അംഗീകരിക്കപ്പെട്ട് ആശ്ചര്യം ചെയ്യുമാറാകട്ടെ. ആബോഹായോ കാദീശോ ശംഭൂലെ സുദാലവൽമീ മരണം വിശ്വാസിക്ക് ആകസ്മികമായി വന്നു ഭവിക്കുന്ന ഒരു വിപത്തല്ല. അയാൾ ഒരുങ്ങിക്കാത്തിരിക്കുന്ന ഒരു യാത്രയുടെ ആരംഭമാണ്. ജഡത്തിൻ്റെ അടിമത്വത്തിൽ നിന്നുമുള്ള ആത്മാവിൻ്റെ വിടുതലാണ് വിശ്വാസിയുടെ മരണം. ആത്മാവ് ജഡത്തിൽ ഇരിക്കുന്നിടത്തോളം ജഡത്തിൻ്റെ പരിമിതികളുടെ തടവുകാരനാണ്. കൂട്ടിലകപ്പെട്ടിരിക്കുന്ന പക്ഷി വാതിൽ തുറന്നു കിട്ടിയാൽ വാനവിഹായസിലേക്ക് പറന്നു പോകും. ഭൗമിക ശരീരമെന്ന കൂട്ടിലടയ്ക്കപ്പെട്ടിരുന്ന വിശ്വാസിയുടെ ആത്മാവ് തൻ്റെ മുമ്പിൽ തുറക്കപ്പെടുന്ന മരണമെന്ന വാതിലിലൂടെ ഈ ലോകം വിട്ട് തനിക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന വിശ്രമദേശത്തേക്ക് പുറപ്പെടുകയാണ്. ഒരു പക്ഷിക്ക് ആരംഭത്തിൽ ചില നാളുകൾ മുട്ടത്തോടിനുള്ളിൽ ഞെരുങ്ങിക്കഴിയേണ്ടി വരും. അപ്രതീക്ഷിതമായ ഒരു നിമിഷത്തിൽ മുട്ടത്തോട് തകരും. അത് ആ പക്ഷിയുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല, ആരംഭമാണ്. മരണം വിശ്വാസിയെ സംബന്ധിച്ച് നാശകരമായ അന്ത്യമല്ല, ജീവനിലേക്കുള്ള മാറ്റമാണ്, യാത്രയാണ്. ഈ യാത്രയ്ക്ക് പുറപ്പെടുവാൻ സമയമായപ്പോൾ ക്രിസ്തു ശിഷ്യനായിരുന്ന പൗലോസ് ഇങ്ങനെ പറഞ്ഞു: ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എത്ര പ്രത്യാശാകരമായ വിടവാങ്ങലാണ് ഒരു ക്രിസ്തു ശിഷ്യൻ്റേത്. ശാരീരിക വ്യാധികൾ മൂലം വേദന അനുഭവിച്ചോ ആയിരിക്കാം അയാളുടെ മരണം സംഭവിക്കുന്നത്. എങ്കിലും അയാൾ ആത്മാവിൽ ശാന്തനും നിത്യജീവനിൽ പ്രത്യാശയുള്ളവനുമായിട്ടാണ് ഈ ലോകം വിട്ടുപിരിയുന്നത്. എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. യേശുവിൻ്റെ ഈ വചനം അയാൾ വിശ്വസിച്ച് ജീവിച്ചിരുന്നതിനാൽ ദൈവികമായ ആ ഉറപ്പിൽ അയാൾ യാത്രയാവുകയാണ്. തന്മൂലം അയാളുടെ ആത്മാവിനെപ്പറ്റി ആർക്കും പരിഭ്രാന്തിയില്ല. വിശ്വസിക്കുന്നവർക്ക് ആത്മാവിൻ്റെ ഭദ്രതയെക്കുറിച്ച് യാതൊരു ആശങ്കയുമില്ല. ജീവിച്ചിരുന്നപ്പോൾ യേശുവിൽ നിന്ന് അയാൾക്ക് നിത്യരക്ഷയുടെ ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. ആ വാഗ്ദാനം മാറ്റുവാൻ ഒരു ശക്തിക്കുമാകില്ലെന്ന് ദൃഢമായ ഉറപ്പുള്ളവരാണ് ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾ. ക്രിസ്തു വീണ്ടും വരുമ്പോൾ ക്രിസ്തുവിനുള്ളവർ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കും. അന്നവർ മരണത്തെ നോക്കി വിളിച്ചു പറയും: ഹേ മരണമേ, നിന്റെ ജയമെവിടെ? മരണത്തെ പരാജയപ്പെടുത്തി ക്രിസ്തുവിൽ വിശ്വസിച്ചവർ യേശുവിനെ എതിരേൽക്കും. യേശു വരുമ്പോൾ ജീവനോടെ ഇരിക്കുന്ന വിശ്വാസികൾ മരിക്കാതെ തേജസ്സുള്ള ശരീരങ്ങൾ ധരിച്ച് യേശുവിനെ എതിരേൽക്കുവാൻ
മധ്യാകാശത്തിലേക്ക് പുറപ്പെടും. അവർ മരണത്തോട് പറയും, ഏ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണമാകുന്ന സർപ്പത്തിന്റെ വിഷമുള്ളുകൊണ്ടുള്ള ദംശനമേറ്റ് മരിക്കാതെ അവർ കർത്താവിന്റെ സന്നിധിയിലേക്ക് യാത്ര ചെയ്യും. യുഗാന്ത്യത്തിൽ കാഹളധ്വനിയോടും ദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ആഗതനാകും. മധ്യാകാശത്തിൽ ശോഭിതമാം പ്രഭാതം പൊട്ടിവിടരും. ഭൂമിയിൽ രക്ഷ പ്രാപിച്ചിട്ടുള്ളവരെ യേശു പേര് വിളിച്ച് തന്നോട് ചേർക്കും. ആകയാൽ പ്രത്യാശ കൈവിടാതെ നമുക്ക് ധൈര്യപ്പെടാം.